ഇത് കൂവപ്പൊടിയാണ് ഗൈസ്, കൂവപ്പൊടി. കുറച്ച് ആവശ്യത്തിന് കൂവപ്പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേയൊന്നും വെള്ളം വേണമെന്നില്ല, കുറച്ച് വെള്ളം മതി. നിങ്ങൾക്ക് തിക്നെസ് എത്ര വേണം അതിനനുസരിച്ചിട്ടായിരിക്കും വെള്ളം ഒഴിക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരവിയതെടുക്കുക. അതിലേക്ക് ശർക്കരയും വെച്ച് ശർക്കര നന്നായിട്ട് പൊടിക്കുക. നന്നായിട്ട് പൊടിക്കണം ശർക്കര, പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഏലക്കായ നന്നായിട്ട് ചതയ്ക്കുക. അങ്ങനെ ഇത് മൂന്നും, അതായത് ശർക്കരയും ഏലക്കായും തേങ്ങ ചിരവിയതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തത് കൂവപ്പൊടി വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം കുറച്ചുകൂടെ കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം, കാരണം ഇളക്കൽ നിൽക്കരുത്, പെട്ടെന്ന് തിക്കാവും. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, നന്നായിട്ട് ഇളക്കണം. നല്ലപോലെ ഇളക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ശർക്കര കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞ് വരണം. അപ്പം നന്നായിട്ട് ഇളക്കി എല്ലാം യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടോ, തിക്കായിട്ട് വരാൻ തുടങ്ങി. ഇങ്ങനെ തിക്കാവും, കംപ്ലീറ്റ് തിക്കാവും. അതിനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. കൂവപ്പൊടി വാങ്ങാനും കിട്ടും, അല്ലെങ്കിൽ വീട്ടിലൊക്കെ കൂവപ്പൊടി ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അതെടുക്കുക. കുറച്ച് നമുക്ക് പെട്ടെന്നൊരു ഈവനിങ്ങിന് എന്തെങ്കിലും വേണം കഴിക്കാൻ തോന്നിയാൽ അപ്പോൾ ഇത് വെച്ച് പെട്ടെന്ന് തന്നെ കൂവപ്പൊടി വിരകിയത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി, തിളച്ച് വരുന്നുണ്ട്. അത് തിളയ്ക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ കട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കും, തിക്നെസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ അടി പിടിക്കാതെ നോക്കണം. അതിന് തിക്നെസ് നന്നായിട്ട് കൂടി വരും, നന്നായിട്ട് തിളയ്ക്കും. തീ ഭയങ്കരമായിട്ടൊന്നും കൂട്ടി കൊടുക്കണ്ട, കുറച്ച് അതാകുമ്പോൾ നന്നായിട്ട് വേവത്തുള്ളൂ. കണ്ടോ, ഇത് നല്ലോണം തിളയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കുറച്ചുകൂടെ നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് തണുപ്പിച്ച് അതായത് ഈ ചൂടെല്ലാം പോയി കഴിയുമ്പം അതിന് ഒരു തിക്നെസ് കുറച്ചും കൂടെ കൂടും. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് കുറച്ചും കൂടെ കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് തിളച്ച് അപ്പോൾ അത് കംപ്ലീറ്റ് വേവാകും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് അതായി തുടങ്ങി, നല്ല തിക്കായി ഗൈസ്. കുറച്ചും കൂടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതുവരെ ഇപ്പോൾ ഓൾമോസ്റ്റ് അതായി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂവപ്പൊടി വിരകിയതായിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിക്നെസ് ഉണ്ടാവും.